ഹായ് ഓൾ. ഇന്ന് 17 ഫെബ്രുവരി 2024. ഡെയിലി ന്യൂസ് അനാലിസിസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ആദ്യത്തെ ന്യൂസ് എന്താണെന്ന് നോക്കാം. ഇത് GS2 ഗവർണൻസ് ഭാഗത്ത് വരുന്ന ഇമ്പോർട്ടന്റ് ആസ്പെക്ട്സ് ഓഫ് ഗവർണൻസ്, ട്രാൻസ്പെറൻസി ആൻഡ് അക്കൗണ്ടബിലിറ്റി എന്ന ഭാഗത്തെ ന്യൂസ് ആണ്. ദ ക്ലിയർ മെസ്സേജ് ഇൻ ദ കോർട്സ് നോ ടു ഇലക്ട്രൽ ബോണ്ട്സ്. നമുക്കറിയാം ഇലക്ട്രൽ ബോണ്ട്സിനെ കുറിച്ച് എന്താണ്. നമുക്ക് പൊളിറ്റിക്കൽ പാർട്ടീസിനൊക്കെ പൈസ റേസ് ചെയ്യാൻ വേണ്ടി ഇഷ്യൂ ചെയ്യുന്ന ബോണ്ട്സിനെയാണ് എന്ത് വിളിക്കുന്നത്? ഇലക്ട്രൽ ബോണ്ട്സ് എന്ന് വിളിക്കുന്നത്. ഫെബ്രുവരി 15 2024 ഒരു സുപ്രീം കോടതി വേർഡിക്റ്റ് നമ്മൾ എല്ലാവരും അറിഞ്ഞതാണ്. ഇലക്ട്രൽ ബോണ്ട് സ്കീമിനെ സ്ട്രൈക്ക് ഡൗൺ ചെയ്തുകൊണ്ടുള്ള ഒരു ലാൻഡ്മാർക്ക് മൊമെന്റ് ആയിരുന്നു ആ വേർഡിക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ആ വേർഡിക്റ്റിനെ പറ്റിയുള്ള ന്യൂസ് ആണ് ഇതിനകത്ത് പരാമർശിക്കുന്നത്. അപ്പൊ ആദ്യമായിട്ട് ഫണ്ടിങ് ലിമിറ്റ്സ് റിമൂവ്. കുറച്ച് ഫണ്ടിങ്ങിനായിട്ടുള്ള കുറച്ച് ലിമിറ്റുകൾ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ റിമൂവ് ചെയ്തു. പിന്നെ അതുപോലെ ഇതൊരു വെൽ തോട്ട് പ്ലാൻ ആയിരുന്നു എന്ന് പറയുന്നതാണ് അടുത്ത ഒരു ഭാഗത്ത് പറയുന്നത്. അതായത് എങ്ങനെയാണ് അവർ ഇത് ഇംപ്ലിമെന്റ് ചെയ്തത്? ഇതൊരു ഫിനാൻസ് ബില്ല് വഴിയായിരുന്നു ഇംപ്ലിമെന്റ് ചെയ്തത്. പല പല ആക്ടുകൾ ഇവർ ഇതിനകത്ത് ഭേദഗതി നടത്തി. അതിനെക്കുറിച്ചൊക്കെയാണ് ഈ രണ്ടാമത്തെ ഭാഗത്ത് പരാമർശിക്കുന്നത്. ഇനി ഇതിനൊരു മൂന്നാമത്തെ പാർട്ട് ഉണ്ട്. ഈ ജഡ്ജ്മെന്റ് എന്താണ്, അതിന്റെ എസെൻസ് എന്താണ്, ഈ ജഡ്ജ്മെന്റ് എങ്ങനെയാണ് ഇത്രയധികം ജനശ്രദ്ധ നേടുന്നത്, അങ്ങനത്തെ കാര്യങ്ങളാണ് ഈ മൂന്നാമത്തെ ഭാഗത്ത് പറയുന്നത്. നമുക്ക് ഈ ആർട്ടിക്കിൾ വിശദമായിട്ട് പരിശോധിക്കാം. ആദ്യമായിട്ട് എന്താണ് ഇലക്ട്രൽ ബോണ്ട്സ്? ഇലക്ട്രൽ ബോണ്ട്സ് ആർ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് ദാറ്റ് വെർ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ഇന്ത്യ ആസ് എ വേ ഫോർ ഇൻഡിവിജ്വൽസ്, കമ്പനീസ് ആൻഡ് യൂണിയൻസ് ടു മേക്ക് അനോണിമസ് ഡൊണേഷൻസ് ടു പൊളിറ്റിക്കൽ പാർട്ടീസ്. അതായത് ഞാൻ മുൻപേ പറഞ്ഞു, ഇലക്ട്രൽ ബോണ്ട്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് പൊളിറ്റിക്കൽ പാർട്ടീസിലേക്ക് പൈസ ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു മെക്കാനിസം ആണ്, അല്ലെങ്കിൽ അതിനെ ഉപയോഗിക്കുന്ന ഒരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് ആണ് ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്നത്. ഇത് ആർക്കൊക്കെ ചെയ്യാം? കമ്പനീസിന് ചെയ്യാം, ഇൻഡിവിജ്വൽസിന് ചെയ്യാം, യൂണിയൻസിന് ചെയ്യാം. ഇതിന്റെ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അനോണിമസ് ഡൊണേഷൻസ് ആണ് ഇവിടെ നടത്തുന്നത്. ആരാണ് ഈ പൊളിറ്റിക്കൽ പാർട്ടീസിന് ഫണ്ട് ചെയ്തതെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. അതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പം ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് ആദ്യത്തെ പാരഗ്രാഫിൽ എന്താ പറഞ്ഞേക്കുന്നത് നമുക്കറിയാം. സുപ്രീം കോടതിയുടെ ഫെബ്രുവരി 15 2024 വിധിയാണ് ഇതിന്റെ മെയിൻ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. എന്താണ് ആ വിധി കൊണ്ട് ഉദ്ദേശിച്ചത്? സ്ട്രൈക്കിംഗ് ഡൗൺ ദ ഇലക്ട്രൽ ബോണ്ട്സ് സ്കീം. എന്തിനു വേണ്ടിയാണ് കോടതി പറയുന്നത് ഈ ഇലക്ട്രൽ ബോണ്ട്സ് സ്ട്രൈക്ക് ഡൗൺ ചെയ്തത്? എംഫസിസ് ഓൺ ദ ഇമ്പോർട്ടൻസ് ഓഫ് ട്രാൻസ്പെറൻസി ഇൻ ഡെമോക്രസി. നമ്മൾ എത്തിക്സിൽ പഠിക്കുന്നതാണ്. അതുപോലെ GS2 ഞാനിപ്പോ പറഞ്ഞു, സിലബസിനകത്ത് ട്രാൻസ്പെറൻസി വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അപ്പം ഇതിനകത്തൊരു കൃത്യമായ ആരാ ഫണ്ട് ചെയ്യുന്നതിനുള്ള ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു മെക്കാനിസം അല്ല. അതുകൊണ്ടാണ് ഈ ഇലക്ട്രൽ ബോണ്ട്സ് സ്ട്രൈക്ക് ഡൗൺ ചെയ്തത്. ഇനി രണ്ടാമത്തെ ഭാഗത്ത് എന്താ പറയുന്നത്? ലാക്ക് ഓഫ് ഇൻഫർമേഷൻ ഫോർ വോട്ടേഴ്സ് റിഗാർഡിംഗ് പൊളിറ്റിക്കൽ പാർട്ടി ഫണ്ടിങ്. ആരാണ് പൊളിറ്റിക്കൽ പാർട്ടിയിലേക്ക് ഫണ്ട് ചെയ്തതെന്ന് ജനങ്ങളാണല്ലോ ഇവരെ എലക്ട് ചെയ്യുന്നത്. അപ്പം ഇത് ആരാണ് ഇവർക്ക് ഫണ്ട് ചെയ്തതെന്നൊരു ട്രാൻസ്പെറന്റ് ആയിട്ട് ഇത് അറിയാൻ പറ്റില്ല. ഇനി രണ്ടാമത് ഞാൻ പറഞ്ഞു ഫണ്ടിങ് ലിമിറ്റ്സ് ആൻഡ് ലീഗൽ ഇഷ്യൂസിനെ പറ്റി പറഞ്ഞു. റിമൂവൽ ഓഫ് ഫണ്ടിങ് ലിമിറ്റ്സ് ഫോർ കോർപ്പറേറ്റ് ഹൗസസ് ഓർ ഓർഗനൈസേഷൻ. അതായത് ഫണ്ടിങ് ലിമിറ്റ് ഒക്കെ പണ്ടുണ്ടായിരുന്നു. ഇത്ര മാത്രമേ ഒരു ഇതിനകത്തേക്ക് ഒരു പൊളിറ്റിക്കൽ പാർട്ടി അല്ലെങ്കിൽ ഈ ഒരു പ്രോസസ് എലക്ഷൻ ടൈമിൽ ഇത്ര എമൗണ്ട് മാത്രമേ സ്പെൻഡ് ചെയ്യാൻ പാടുള്ളൂ. ഈ ഒരു ഭേദഗതി വന്നതുകൂടി, ഈ ഒരു ആക്ട് വന്നതുകൂടി, അല്ലെങ്കിൽ ഇലക്ട്രൽ ബോണ്ട് സ്കീം വന്നതിലൂടെ ആ ഒരു ഫണ്ടിങ് ലിമിറ്റ് എടുത്തു കളയുകയാണ് ഉണ്ടായത്. രണ്ടാമതായിട്ട് കൺസേൺസ് അബൌട്ട് കോർപ്പറേറ്റ് ഫണ്ടിങ് ഇൻഫ്ലുവൻസിങ് ദ പൊളിറ്റിക്കൽ പ്രോസസ്. ഇതിനെ നമ്മൾക്ക് എന്ത് വിളിക്കാം? ഒരു ക്രോണി ക്യാപിറ്റലിസം എന്ന് വിളിക്കാം. ക്രോണി ക്യാപിറ്റലിസം എന്ന് പറഞ്ഞാൽ ബിസിനസ്മാനും പൊളിറ്റിക്കൽ പാർട്ടിയും തമ്മിലുള്ള ഒരു ഗീവ് ആൻഡ് ടേക്ക് റിലേഷൻഷിപ്പിനെയാണ്. അതായത് പൊളിറ്റിക്കൽ പാർട്ടിക്ക് കോർപ്പറേറ്റ്സ് ഫണ്ട് ചെയ്ത് നേരെ മറിച്ച് കുറച്ച് ഫേവർ ആയിട്ട് ഇവർക്ക് ചേർന്ന തരത്തിലുള്ള ഡിസിഷൻസ് ഗവൺമെന്റ് ഫോർമുലേറ്റ് ചെയ്യും. ആ ഒരു ക്രോണി ക്യാപിറ്റലിസത്തിലേക്കൊക്കെ ഇത് ലീഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മുടെ ഇവിടുത്തെ പൊളിറ്റിക്കൽ മെഷീനറി ഫുള്ള് ബയസ്ഡ് ആയിട്ട് അവരോട് ഒരു കൂറുണ്ടാക്കി പ്രവർത്തിക്കാൻ തുടങ്ങും. അതിനെയാണ് നമ്മൾ ക്രോണി ക്യാപിറ്റലിസം എന്ന് പറയുന്നത്. അതിനൊക്കെയുള്ള കൺസേൺസ് ഉണ്ട്, അതിനൊക്കെ സാധ്യതകളുണ്ട്. ഇനി അടുത്തതായിട്ട് ഇലക്ട്രൽ ബോണ്ട്സ് എലിമിനേറ്റിംഗ് ലിമിറ്റ്സ് ഓൺ കമ്പനി പ്രോഫിറ്റ്സ് ഫോർ ഡൊണേഷൻസ്. അപ്പൊ അടുത്തതായിട്ട് ഇലക്ട്രൽ ബോണ്ട്സ് നമ്മൾ പറഞ്ഞു കമ്പനി ഈ ഡൊണേഷൻസ് ഒക്കെ അതിനൊരു ലിമിറ്റ് വെക്കുന്നില്ല. അപ്പം കമ്പനിയുടെ പ്രോഫിറ്റിൽ നിന്ന് നമുക്കൊരു ലിമിറ്റ് വെക്കുന്നൊന്നുമില്ല. ലിമിറ്റ് എല്ലാം എടുത്ത് കളഞ്ഞു. നമുക്ക് എത്ര വേണമെങ്കിലും ഇവർക്ക് ഡൊണേറ്റ് ചെയ്യാന്നുള്ള ഒരു സിസ്റ്റമായി. എത്രയും നല്ല കുറച്ച് ഡിനോമിനേഷൻസ് ഉണ്ട്. 10,000 ഇത്ര ഇൻറ്റു 10,000, 10,000ത്തിന്റെ എത്ര തവണ വേണമെങ്കിലും ഉള്ള ബോണ്ട്സ് നമുക്ക് ഇഷ്യൂ ചെയ്യാം. അങ്ങനെ വിധത്തിലുള്ള ഫണ്ടിങ്
ഇവർക്ക് പറ്റും. അതായത് ലിമിറ്റ് ഇത്ര കോടിയെ പറ്റുള്ളൂ, അങ്ങനെ ഒരു ലിമിറ്റ് അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അങ്ങനെ ഒരു ലിമിറ്റ് വെക്കുന്നില്ല. ഇനി അടുത്തത് പൊട്ടൻഷ്യൽ ഫോർ ഷെൽ കമ്പനീസ് ടു ചാനൽ ഫണ്ട്സ് ടു പൊളിറ്റിക്കൽ പാർട്ടീസ്. ഇതിന് തന്നെ ഫണ്ട് ചെയ്യാനുള്ള ചില കമ്പനീസ് ഒക്കെ തുടങ്ങാൻ തുടങ്ങി, പൊളിറ്റിക്കൽ പാർട്ടീസിന് ഫണ്ട് ചെയ്യാൻ വേണ്ടി മാത്രം. കോർട്സ് റിവേഴ്സൽ ഓഫ് ദീസ് പ്രൊവിഷൻസ് ഫോർ ഇൻക്രീസ് ട്രാൻസ്പെറൻസി. ഇതൊക്കെ കോർട്ട് സ്ട്രക്ക് ഡൗൺ ചെയ്തതാണ്. ഈ ഫണ്ടിങ് ലിമിറ്റ്സ് ഒക്കെ റിമൂവ് ചെയ്ത ആ ഒരു വിധി ഉണ്ടല്ലോ, അല്ലെങ്കിൽ ആ ഒരു ഡിസിഷൻ ഗവൺമെന്റിന്റെ, അത് സ്ട്രക്ക് ഡൗൺ ചെയ്തു. അടുത്തതായിട്ട് അമെന്റ്മെന്റ് ടു ദ RBI ആക്ട് ആൻഡ് ഫിനാൻസ് ബില്ല്. നമ്മൾ രണ്ടാമത്തെ ഭാഗത്ത് പറഞ്ഞു എന്താണ് അതിനകത്ത്, എങ്ങനെയാണ് അവർ ഇത് കൊണ്ടുവന്നത്. കുറെ ലൂപ്പ് ഹോളൊക്കെ അടച്ചാണ് ഇതൊരു കെയർഫുള്ളി പ്ലാൻഡ് ആയിട്ടുള്ള സ്കീമായിരുന്നു. അപ്പം ഗവൺമെന്റ്സ് അമെന്റ്മെന്റ് ടു ദ RBI ആക്ട് ത്രൂ എ ഫിനാൻസ് ആക്ട്, ഒരു ഫിനാൻസ് ആക്ട് വഴിയാണ് നമ്മുടെ ഈ നിയമം മുൻപോട്ട് കൊണ്ടുവന്നത്, ഇലക്ട്രൽ ബോണ്ട് സ്കീം മുൻപോട്ട് കൊണ്ടുവന്നത്. ഓതറൈസേഷൻ ഫോർ ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ടു ഇഷ്യൂ ഇലക്ട്രൽ ബോണ്ട്സ്. ഇലക്ട്രൽ ബോണ്ട്സ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടി ഷെഡ്യൂൾഡ് ബാങ്ക്സിനെ ഓതറൈസ് ചെയ്തു. പിന്നെ അതുപോലെ തന്നെ ഈ വേർഡിക്റ്റും എന്ത് ചെയ്തു, സുപ്രീം കോടതി, ഈ അമെന്റ്മെന്റും സുപ്രീം കോടതി സ്ട്രക്ക് ഡൗൺ ചെയ്തു. ഇനി അടുത്തതായിട്ട് ഇതൊരു കെയർഫുള്ളി പ്ലാൻഡ് സ്കീമാണെന്ന് പറഞ്ഞു. ഇൻട്രൊഡക്ഷൻ ഓഫ് ഇലക്ട്രൽ ബോണ്ട്സ് ഇൻ റെസ്പോൺസ് ടു എ സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ റൂൾ. സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷന് റൈറ്റ് ടു ഇൻഫർമേഷൻ, അല്ലെങ്കിൽ ആ വഴി നമുക്ക് ഇതിന്റെ എല്ലാം കൃത്യമായ എത്ര ഫണ്ടിങ് ആണെന്ന് അറിയണ്ട. പക്ഷെ അതിനൊരു റെസ്പോൺസ് ആയിരുന്നു ഇലക്ട്രൽ ബോണ്ട് സ്കീം എന്ന് പറഞ്ഞാൽ. കുറെ അമെന്റ്മെന്റ്സ് കൊണ്ടുവന്നു, എന്നിട്ട് ആ ട്രാൻസ്പെറൻസി അവിടെ കളയുമായിരുന്നു. അവിടെ നമുക്ക് ഇതിനെക്കുറിച്ച് അറിയാൻ പറ്റത്തില്ല, ഇത് എങ്ങനെയാണ് ഫണ്ട്, ആരൊക്കെയാണ് ഫണ്ട് ചെയ്തത്, അങ്ങനത്തെ കാര്യം. അമെന്റ്മെന്റ്സ് ടു വേരിയസ് ലോസ് ടു ഇൻട്രൊഡ്യൂസ് ദ ഇലക്ട്രൽ ബോണ്ട്സ് സ്കീം. നമ്മൾ പറഞ്ഞു പല ലോസ് ഉണ്ടായിരുന്നു. RBI ആക്ട് ഉണ്ട്, കമ്പനീസ് ആക്ട് 2013 ഉണ്ട്, പിന്നെ അതുപോലെ റോപ്പ് ആക്ട്, റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് 1951 അമെന്റ് ചെയ്തു. അങ്ങനെ കുറെ അധികം ആക്ടുകൾ ഇവർ അമെന്റ് ചെയ്തു. ബൈപാസിംഗ് ട്രാൻസ്പെറൻസി റിക്വയർമെന്റ്സ് ഇമ്പോസ്ഡ് ബൈ CIC റൂളിംഗ്. സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷന്റെ ട്രാൻസ്പെറൻസി എൻഷുർ ചെയ്യണമെന്ന് പറയുന്ന ചില റിക്വയർമെന്റ്സ് ഒക്കെ ഉണ്ട്, അതൊന്നും ഇവര് മീറ്റ് ചെയ്തില്ല. ഇനി അടുത്തതായിട്ട് ഡെമോക്രസി ആൻഡ് ലെജിസ്ലേറ്റീവ് പ്രോസസ്. ലാക്ക് ഓഫ് ട്രാൻസ്പെറൻസി ഇൻ ലെജിസ്ലേറ്റീവ് പ്രോസസ്. ഇതാണ് അടുത്ത ഇതിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള കാര്യം. നമുക്ക് ലെജിസ്ലേറ്റീവ് പ്രോസസ് ഒക്കെ കൃത്യമായിട്ട് ട്രാൻസ്പെറന്റ് ആയിരിക്കണം, അത് ഇതിനകത്ത് വരുന്നില്ല. അടുത്തതായിട്ട് ക്രിറ്റിസിസം ഓഫ് ദ ആബ്സെൻസ് ഓഫ് പബ്ലിക് കൺസൾട്ടേഷൻ ആൻഡ് പാർലമെന്ററി ഡിസ്കഷൻസ്. നമ്മളൊരു നിയമം കൊണ്ടുവരുന്നതിന് മുന്നേ പബ്ലിക് കൺസൾട്ടേഷൻ ഉണ്ടാവും, പാർലമെന്ററി ഡിസ്കഷൻസും ഉണ്ടാവും, അതും ഇതിനകത്ത് കാണാൻ സാധിക്കില്ല. പിന്നെ അടുത്തതായിട്ട് കൺസേൺസ് അബൌട്ട് ദ കോൺസെൻട്രേഷൻ ഓഫ് പവർ ഇൻ ദ റൂളിംഗ് പാർട്ടി വിത്തൗട്ട് ഇൻഡിപെൻഡന്റ് വോട്ട്സ്, ഹൈലൈറ്റിംഗ് ദ ഇമ്പാക്ട് ഓഫ് സച്ച് പ്രാക്ടീസസ് ഓൺ ദ ഡെമോക്രാറ്റിക് ഫൗണ്ടേഷൻ. നമുക്കറിയാം ഡെമോക്രാറ്റിക് ഫൗണ്ടേഷന്റെ അടിത്തറ തന്നെയാണ് ഇവിടെ ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ കുറെ ആളുകളുടെ അടുത്ത് പവർ അവിടെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങും. അടുത്തതായിട്ട് എസൻസ് ഓഫ് ദ സുപ്രീം കോർട്ട് ജഡ്ജ്മെന്റ്. എന്താണ് ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ്, അങ്ങനത്തെ കാര്യങ്ങൾ, ഈ സുപ്രീം കോടതി ജഡ്ജ്മെന്റ് എന്തുകൊണ്ടാണ് വന്നത്, അങ്ങനത്തെ കാര്യങ്ങൾ. അതിനകത്ത് ആദ്യമായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഡിക്ലറേഷൻ ഓഫ് ഇലക്ട്രൽ ബോണ്ട് സ്കീം ആസ് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ. അത് എന്തുകൊണ്ട് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആയത്? ആർട്ടിക്കിൾ 19 അത് വയലേറ്റ് ചെയ്യുന്നുണ്ട്, ആർട്ടിക്കിൾ 14 വയലേറ്റ് ചെയ്യുന്നുണ്ട്. ആർട്ടിക്കിൾ 19 റൈറ്റ് ടു ഇൻഫർമേഷൻ, നമുക്ക് ഇത് ആരാന്ന് ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല, അപ്പം അവിടെ റൈറ്റ് ടു ഇൻഫർമേഷനെ വയലേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ആർട്ടിക്കിൾ 14 റൈറ്റ് ടു ഇക്വാളിറ്റി. അപ്പം ചില ആളുകൾക്ക് ഇത് കൂടുതൽ ഫേവർ ആയിട്ട് വരും. അതായത് ആ പബ്ലിക് കൊടുക്കുന്ന കുറച്ച് റെസ്ട്രെയിൻസ്, ഫണ്ടമെന്റൽ റൈറ്റ്സിൽ കൊടുക്കുന്ന കുറച്ച് റെസ്ട്രെയിൻസ് ഉണ്ട് ഗവൺമെന്റിന്റെ പവേഴ്സിന്റെ മേൽ. അപ്പൊ അതൊക്കെ കളയാം, റൈറ്റ് ടു ഇക്വാളിറ്റി, കുറച്ചു പേർക്ക് അവിടെ നിയമം ഉണ്ടാക്കാനായിട്ടും ഒക്കെ ഒരു ഫേവർ ഉണ്ടാവും. അല്ലെങ്കിൽ അവിടെ എന്താ ആ ഫണ്ട് ചെയ്യുമ്പോഴത്തേനും അവിടെ ഒരു ഇൻഈക്വാളിറ്റിയുടെ ആസ്പെക്ട് വരും. കാരണം കോഓപ്പറേറ്റ്സിനും ഒക്കെ ഫേവർ ചെയ്തുകൊണ്ടുള്ള നിയമങ്ങൾ വരും. അതൊക്കെ ആർട്ടിക്കിൾ 14 വയലേറ്റ് ചെയ്യും. ഇനി അടുത്തതായിട്ട് ഡയറക്ഷൻ ടു ദ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ടു സ്റ്റോപ്പ് ഇഷ്യൂയിങ് ഇലക്ട്രൽ ബോണ്ട്സ്. ഇനി ഇഷ്യൂ ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയോട് പറഞ്ഞിട്ടുണ്ട്, സുപ്രീം കോടതി എന്ത് പറഞ്ഞു, സബ്മിറ്റ് ചെയ്യണം ഡീറ്റെയിൽസ് ഓഫ് ഓൾ ഇഷ്യൂഡ് ബോണ്ട്സ് ടു ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ബൈ March 6, 2024. അടുത്തതായിട്ട് റോൾ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ്. അപ്രിസിയേഷൻ ഫോർ ദ റോൾ പ്ലേഡ് ബൈ ടു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ്, ദ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആൻഡ് സുപ്രീം കോർട്ട്. അപ്പൊ ഈ രണ്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് ഈ ഒരു കാര്യത്തിൽ, ഈ ഒരു സ്ട്രക്ക് ഡൗൺ ചെയ്തതിൽ അതിൽ വളരെയധികം റോൾ പ്ലേ ചെയ്തതാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയും സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യയും.
അടുത്തതായിട്ട് എംഫസിസ് ഓൺ ദ പവർ ഓഫ് ജുഡീഷ്യൽ റിവ്യൂ ആൻഡ് അഡിയറൻസ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പൊ ഇത് മനസ്സിലാക്കാൻ പറ്റുന്ന ജുഡീഷ്യൽ റിവ്യൂവിന്റെ ഒരു പവർ ഒക്കെ എഴുതി കാണിക്കും. പിന്നെ കവലേഷൻ ഫോർ ദോസ് ഹു ഫ്രെയിംഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഇറ്റ്സ് പ്രിൻസിപ്പിൾസ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്തിരിക്കുന്നത്. അതുപോലെ അത് നമ്മുടെ പ്രിൻസിപ്പിൾസും നമ്മൾ ഫോളോ ചെയ്യുന്ന പ്രിൻസിപ്പിൾസും എല്ലാം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കേഴ്സും ഒക്കെ ഫോം ചെയ്തത്. അതിന് കൃത്യമായ ഒരു കമന്റേഷൻ ആവശ്യമാണ്. ഈ അടുത്ത ആർട്ടിക്കിൾ പറയുന്നത് ഫ്യൂച്ചർ ചലഞ്ചസ്. അക്നോളജ്മെന്റ് ദാറ്റ് issues related to money in elections, black money and voter bribing versus. ഇപ്പൊ ഈ നിയമം സ്ട്രക്ക് ഡൗൺ ചെയ്തുകൊണ്ട് മാത്രം ഇവിടെ നിൽക്കുമോ ഈ ബ്ലാക്ക് മണി ഒഴുകുന്നതും ഇലക്ഷൻസിലെ ഉപയോഗിക്കുന്ന ബ്രൈബറിയും ഇതൊക്കെ മാറൂ? ഇല്ല. നമുക്ക് കൂടുതലായിട്ടുള്ള മെഷേഴ്സ് എടുക്കേണ്ട ആവശ്യമുണ്ട്. ഇനി അടുത്തതായിട്ട് റിമൈൻഡർ ഓഫ് ദ നീഡ് ഫോർ വിജിലൻസ് ബൈ സിറ്റിസൺസ് ടു എൻഷുർ പൊളിറ്റിക്കൽ പാർട്ടീസ് വർക്ക് ഫോർ ദ ഗുഡ് ഓഫ് സൊസൈറ്റി ആൻഡ് ദ നേഷൻ. ഇത് കൂടാതെ ജനങ്ങൾ കൂടുതൽ വിജിലന്റ് ആയിട്ടിരിക്കേണ്ട ആവശ്യമുണ്ട്. എന്തിനു വേണ്ടിയാണ്? പൊളിറ്റിക്കൽ പാർട്ടീസ് സൊസൈറ്റിയുടെ നേഷന്റെ ഗുഡിന് വേണ്ടിയാണ് വർക്ക് ചെയ്യുന്നതെന്ന് കൃത്യമായിട്ട് എൻഷുർ ചെയ്യാൻ വേണ്ടി. അടുത്ത ഒരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു. നമുക്ക് ഇത്രയാണ് ആ ആർട്ടിക്കിളിൽ മെയിൻ ആയിട്ട് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത ഒരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു. ഈ ലെഫ്റ്റ് സൈഡിലായിട്ട് വരും നമ്മുടെ ഹിന്ദുവിന്റെ എഡിറ്റോറിയൽ ആയിരുന്നു. GS3 വരുന്ന ഒരു ന്യൂസ് ആയിരുന്നു. സയൻസ് ആൻഡ് ടെക്നോളജി ഫീൽഡിൽ വരുന്ന ബ്രേവ് ന്യൂ വേൾഡ് എന്ന് പറയും. ഇന്ത്യ മസ്റ്റ് ഇൻവെസ്റ്റ് ഇൻ ഫണ്ടമെന്റൽ റിസർച്ച് ടു ഡെവലപ്പ് റിലയബിൾ ഡ്രഗ്സ്. ഈ ഒരു ആർട്ടിക്കിൾ ആയിരുന്നു. ഇത് മെയിൻ ആയിട്ട് GS3 സയൻസ് ആൻഡ് ടെക്കില് ഇഷ്യൂസ് റിലേറ്റിംഗ് ടു ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്, ഇന്റർനാഷണൽ റിലേഷൻസ്, ഈ ഒരു ഭാഗമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്ത് വായിക്കാൻ പറ്റുന്ന ഒരു ആർട്ടിക്കിളാണ്. അപ്പൊ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള കണ്ടന്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. അതിന്റെ ഇൻട്രൊഡക്ഷനിൽ കൊടുത്തിരിക്കുന്നത് ആന്റിസിപ്പേഷൻ ഓഫ് എ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ദ യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷൻ EFTA. EFTAയും ഇന്ത്യയും തമ്മിലുള്ള ഒരു ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് ഉണ്ടാകും എന്നുള്ള ആന്റിസിപ്പേഷൻ ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഫ്യൂച്ചറിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സിനെ പറ്റി ലോങ് സ്റ്റാൻഡിങ് ആയിട്ടുള്ള കൺസേൺ ഉണ്ട്. 2008 മുതൽ നമ്മുടെ കൺസേൺ ആണ്. കാരണം എന്തുകൊണ്ടാണ്? ഈ ആർട്ടിക്കിൾ പറയുന്നതിന് മുന്നേ തന്നെ നമ്മളൊന്ന് ആലോചിച്ചു. ഇന്ത്യ കൂടുതലായിട്ട് ലോ കോസ്റ്റില് നമ്മൾ മെഡിസിൻസ് ഒക്കെ സപ്ലൈ ചെയ്യുന്നുണ്ട്. നമ്മൾ എന്താണ് മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്? ജനറിക് ഡ്രഗ്സ് സപ്ലൈ ചെയ്യാനാണ് നമ്മൾ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് പൊതുവെ. അപ്പം നമുക്ക് സാധാരണയുള്ള ഹൈ കോസ്റ്റ് ഓഫ് ഡ്രഗ് ഡിസ്കവറി അല്ലെങ്കിൽ ആ ഹൈ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ നമുക്ക് കുറയ്ക്കാൻ പറ്റും ലോ കോസ്റ്റിൽ നമ്മൾ ജനറിക് ആയിട്ടുള്ള മെഡിസിൻസ് ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ. ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ള കൺസേൺസ് എന്ന് പറഞ്ഞാൽ ഹൈ കോസ്റ്റ് ഓഫ് ഡ്രഗ് ഡിസ്കവറി വേഴ്സസ് ദ ലോ കോസ്റ്റ് ഓഫ് ജനറിക് പ്രൊഡക്ഷൻ, ഓൺഗോയിങ് സ്ട്രഗിൾ ബിറ്റ്വീൻ ഇൻവെന്റേഴ്സ് ആൻഡ് ജനറിക് ഡ്രഗ് കമ്പനീസ് ഡ്യൂ ടു ഡിമാൻഡ് ആൻഡ് അഫോർഡബിലിറ്റി ഡിസ്പാരിറ്റി. ഈ പ്രൊഡ്യൂസേഴ്സ് എന്താ പറയുന്നത്? ഇത് കണ്ടുപിടിച്ച ആളുകൾ പറയുന്നത് നമ്മൾ ഒത്തിരി പൈസ ചെലവാക്കിയിട്ടാണ് ഈ ഡ്രഗ് ഡിസ്കവർ ചെയ്യുന്നത്. അപ്പം ഇതിൽ നമുക്ക് പേറ്റന്റ് എടുത്തിട്ട് ഇത് വേറെ ആർക്കും യൂസ് ചെയ്യാൻ പാടില്ല. പക്ഷേ നമ്മുടെ ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ എന്താ പറയുന്നത്? ജനറിക് ഡ്രഗ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിന്റെ കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും, കൂടുതൽ ജനങ്ങളിലേക്ക് ഇതിന്റെ ബെനിഫിറ്റ്സ് എത്തിക്കാൻ സാധിക്കും. അപ്പോൾ ജനറിക് ഡ്രഗ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത്. അതിലൂടെ തന്നെ role of patenting in maintaining peace and sustaining the global pharmaceutical industry. Mention of legal innovations like data exclusivity complicating free trade negotiations. Data exclusivity എന്ന് പറഞ്ഞാൽ clinical trial data becomes proprietary for a minimum of 6 years. അതായത് 6 വർഷത്തേന് മിനിമം ക്ലിനിക്കൽ ഡാറ്റ, ഇത് കണ്ടുപിടിച്ച ക്ലിനിക്കൽ ട്രയലിന്റെ ഡാറ്റ, ഇതിന്റെ കോൺസ്റ്റിറ്റ്യുവൻസ് കാണും, കണ്ടന്റ് കാണും, അങ്ങനത്തെ ക്ലിനിക്കൽ ട്രയൽ നടത്തിയതിന്റെ ഡാറ്റയൊക്കെ 6 മാസത്തിന് ഈ ഇൻവെന്റേഴ്സ് അല്ലെങ്കിൽ പ്രൊപ്പറേറ്റേഴ്സ്, ഇത് ഓൺ ചെയ്യുന്ന ആളുകൾക്ക് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ളപ്പം നമ്മളെപ്പോലുള്ള രാജ്യങ്ങൾക്ക് ജനറിക് ആയിട്ടുള്ള പ്രൊഡക്ഷൻ പോസിബിൾ ആകുന്നത് ബുദ്ധിമുട്ടാവും. അപ്പം നമ്മൾ കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള ക്ലിനിക്കൽ ട്രയൽ ഡാറ്റയൊക്കെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യാറുണ്ട്. അപ്പം അതൊക്കെ നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ജനറിക് ആയിട്ട് ഡ്രഗ്സ് ഒന്നും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. അതിലൂടെ തന്നെ ഇന്ത്യ എങ്ങനെ ഇമ്പാക്ട് ചെയ്യുന്നു? നല്ലൊരു ഹ്യൂജ് ആയിട്ടുള്ള ഇമ്പാക്ട് ഉണ്ടാവും. കാരണം ഇന്ത്യ എന്ന് പറയുന്ന അഫോർഡബിൾ ആയിട്ടുള്ള ഡ്രഗ്സിന്റെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു എക്സ്പോർട്ടറാണ്. നമ്മൾ കൂടുതലായിട്ട് അഫോർഡബിളി ഡ്രഗ് നമ്മൾ എക്സ്പോർട്ട് ചെയ്യാറ്. അപ്പം ഇതിനകത്ത് ഇത് നമ്മൾ ഇന്ത്യയുടെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യ റിജക്ട് ചെയ്യും.
India's rejection of data exclusivity as a negotiation point, despite indications in leaked drafts. India's accent in the drug manufacturing chain over the past decades. Emphasis on the need for India to invest in an ecosystem for ethical drug trials and development of new molecules. ഇന്ത്യയുടെ കൂടുതൽ എംഫസിസ് എന്താ? ഇൻവെസ്റ്റ് ചെയ്യുക എന്തിനാ? എത്തിക്കലായിട്ട് ഡ്രഗ് ട്രയൽ നടത്തുന്നതിലും പിന്നെ അതുപോലെ ഡെവലപ്മെന്റ് ഓഫ് ന്യൂ മോളിക്യൂൾസ് അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇന്ത്യയുടെ മെയിൻ ആയിട്ടുള്ള എംഫസിസ്. കോൺട്രാസ്റ്റ് വിത്ത് ദ പാരഡിം ദാറ്റ് ഡ്രഗ് ഡെവലപ്മെന്റ് ഈസ് പെർമനന്റ്ലി എക്സ്പെൻസീവ് ആൻഡ് കൺഫൈൻഡ് ടു ദ വെസ്റ്റ്. അപ്പം ഇതിനകത്തൊരു ഡിസ്ക്രിമിനേഷൻ ഉണ്ട്. വെസ്റ്റിന് കൂടുതലായിട്ട് ഈ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഡ്രഗ് പ്രൊഡക്ഷൻ നടത്താൻ പറ്റും, അങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നു. അപ്പൊ അതൊക്കെ നമുക്ക് ഇങ്ങനെ ജനറിക് പ്രൊഡക്ഷനിലൂടെ ആ ഒരു എന്താ അവര് പ്ലേ ചെയ്യുന്ന മോണോപോളി നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. The call for investment in fundamental research, reference to India's successful development of novel technology approaches for vaccines during the COVID-19 pandemic. കോവിഡിന്റെ സമയത്ത് നമ്മൾ വാക്സിൻസ് എല്ലാവർക്കും സപ്ലൈ ചെയ്തു. പിന്നെ അതുപോലെ ഈ ആർട്ടിക്കിളിൽ പറയുന്ന അർജന്റ് കോൾ ഫോർ ഇന്ത്യ ടു ഇൻവെസ്റ്റ് സബ്സ്റ്റാൻഷ്യലി ഇൻ ഫണ്ടമെന്റൽ റിസർച്ച് ടു നർച്ചർ ദ ലോക്കൽ ഡ്രഗ് ഇൻഡസ്ട്രി ഫോർ ഫ്യൂച്ചർ. Acknowledgement that drug development need not be പെർമനന്റ്ലി എക്സ്പെൻസീവ്, ഹൈലൈറ്റിംഗ് ഇന്ത്യസ് പൊട്ടൻഷ്യൽ. അപ്പം ഇത് പെർമനന്റ് ആയിട്ട് എന്നും ഈ ഡ്രഗ് ഡെവലപ്മെന്റ് എക്സ്പെൻസീവ് ആയിട്ട് ഇരിക്കില്ല. കാരണം എന്തുകൊണ്ട്? അത് എന്താ സൂചന നൽകുന്നത്? ഇന്ത്യക്ക് അതിനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്, അത് ലോ കോസ്റ്റിൽ സപ്ലൈ ചെയ്യണം. ഇതൊക്കെയായിരുന്നു ഇന്നത്തെ മെയിൻ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട, അനലൈസ് ചെയ്യേണ്ട ടൈപ്പ് ആർട്ടിക്കിൾസ്. ബാക്കിയെല്ലാം കഴിഞ്ഞ ദിവസത്തെ കണ്ടിന്യൂഷൻ ഒക്കെ. സോ ഹാപ്പി ലേണിംഗ്. താങ്ക് യു.